നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള തമിഴ് സിനിമയാണ് ടെസ്റ്റ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴിലെ പ്രൊഡ്യൂസർ കം ഡയറക്ടറായിട്ടുള്ള എസ് ശശികാന്താണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ട് റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന തീമിൽ നിന്നൊരു റിലീഫാണ് കേട്ടോ ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത്. കാരണം കുറച്ച് ഡിഫറെൻ്റ് ആണ്, റെലവൻറ്റും ആണ്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അത്ര ഒരു എക്സിക്യൂഷനിൽ കുറച്ച് പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഗ്രേറ്റ് ഫിലിമായിട്ട് പറയാൻ പറ്റില്ല ടെസ്റ്റിനെ. എന്നാൽ അത്ര മോശം പടവുമല്ല. നമുക്ക് ഭയങ്കര മിഡ് സ്പേസിൽ പ്ലേസ് ചെയ്യാവുന്നൊരു സിനിമയാണ് ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റിലെ ഒരു ഒരു തീം എന്ന് പറയുന്നത് നമ്മൾ ടാലൻസിന് ഇന്ത്യയിൽ ടാലൻസിന് ഡിഫറെൻറ്റ് ഫീൽഡ്സിലെ ടാലൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് എടുത്തുള്ള ക്രിക്കറ്റാണ്. ക്രിക്കറ്റേഴ്സിൻ്റെ ഒരു ഗ്ലാമർ അറിയാലോ. അവർക്കുള്ള ഇന്ത്യയിൽ ഏത് റിമോട്ട് കോർണറിൽ പോയാലും നമ്മൾ ക്രിക്കറ്റ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണും, റിഗാർഡ്ലെസ് ഓഫ് ഏജ്. ഇത് ക്രിക്കറ്റേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവരുടെ ഹൈ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, ഇതെല്ലാം സൊസൈറ്റിയിൽ അവരൊരു വലിയൊരു ഹൈ ലെവലിലാണ് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റ് സ്പോർട്സ് ഫീൽഡിലെ ആളുകൾക്കും ഈ ഒരു ഇമ്പോർട്ടൻസ് കിട്ടാറില്ല. മറ്റ് ഫീൽഡുകൾ, അതായത് നമുക്ക് വളരെ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇൻവെൻറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു സപ്പോർട്ടും കിട്ടാതെ ഒരു ലൂസേഴ്സ് ലൈഫ് പോലെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ മാധവൻ അഭിനയിക്കുന്നത്. മാധവൻ ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ഫെയിൽഡ് സയൻറ്റിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ളൊരു മൂഡിലാണ് നമ്മൾ മാധവനെ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ക്രിക്കറ്ററായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന വളരെ ഹൈ എൻഡ് ഇമ്പോർട്ടൻസ് ഒക്കെയുള്ള, എന്നാൽ കരിയറിലൊരു പ്രത്യേക ഒരു ലെവലിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ക്രിക്കറ്ററായിട്ട് അഭിനയിക്കുന്ന സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് മീര ജാസ്മിനാണ്. ഈ കപ്പിൾ എന്ന് പറയുന്ന രണ്ടുപേരും ഒരു എനർജി ഇല്ലാത്തൊരു ആക്ടിങ് ആണ് ഈ സിനിമയിൽ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മാധവൻ തുടക്കത്തിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിരുന്നു, പിന്നെ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ മാധവൻ്റെ ഭാര്യയായിട്ട് വരുന്ന കുമുദ എന്ന് പറഞ്ഞ റോളിൽ വരുന്ന നയൻതാരയാണ്. നയൻതാര അത്യാവശ്യം നന്നായിട്ട് ആ റോൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സ്പോർട്സ് ഡ്രാമയായിട്ടാണ് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത് സിനിമ. പക്ഷേ ഇത് എൻഡ് ചെയ്യുന്നത് ഒരു കപ്പിൾ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്തരം സീൻസുകളിലാണ് ഡയറക്ടർ കൂടുതൽ അറ്റൻഷനും ഒരു എംഫസിസും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം ഒരു വർത്ത് വാച്ചിങ് എന്ന് പറയാവുന്നൊരു സിനിമയാണ് പിന്നെ ടെസ്റ്റ്. നിങ്ങളെ കണ്ടിട്ട് ഒപ്പീനിയനൊക്കെ പറയാം.